1, 2, 3 പറയാൻ ready. 1, 2, 3. നോട്ടത്തിലൂടെ പറഞ്ഞ കാലം നേരം വെളുത്താൽ നിനക്കായി വരമ്പത്തെ നീളും നിഴൽ നോക്കി നിന്ന കാലം നീ കാണുവാനായി മരം കേറി കൊമ്പത്തെ നീരിന്റെ കൂടൊന്നുലഞ്ഞ കാലം നിൽക്കാൻ ഇരിക്കാൻ കഴിഞ്ഞിടാതമ്മയെന്നുള്ളിൽ കരഞ്ഞു ചിരിച്ച കാലം മുന്നോട്ട് പോയിട്ട് പിന്നോട്ട് നോക്കി നീ കണ്ടു ഞാനെന്നു ചിരിച്ച കാലം മുന്നോട്ട് പോയിട്ട് പിന്നോട്ട് നോക്കി നീ കണ്ടു ഞാനെന്നു ചിരിച്ച കാലം അക്കാലമാണ് ഞാനുണ്ടായിരുന്നതെന്ന് ഇക്കാലമത്രേ തിരിച്ചറിഞ്ഞു അക്കാലമാണ് ഞാനുണ്ടായിരുന്നതെന്ന് ഇക്കാലമത്രേ തിരിച്ചറിഞ്ഞു നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നതോർക്കില്ല നാം നഷ്ടപ്പെടും വരെ അതെന്ത് തന്നെയാണെങ്കിലും ബാല്യമാണെങ്കിലും കൗമാരമാണെങ്കിലും യൗവനമാണെങ്കിലും ബന്ധങ്ങളാണെങ്കിലും നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നതോർക്കില്ല നാം ഇത് മുരുകൻകാട്ടാക്കട വരികളാണ്. നമ്മള് കുട്ടിക്കാലത്ത് നമുക്കുണ്ടായിരുന്ന സൗഹൃദത്തെ, സ്നേഹത്തെ, ഇഷ്ടത്തെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കവിതയാണ് നീ അടുത്തുണ്ടായിരുന്ന കാലം. എല്ലാവരോടും ചോദിക്കുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് തങ്ങളുടെ ബാല്യകാലമാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ കോളേജ് കാലഘട്ടം തന്നെയാണ്. ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അറിയില്ല ഇതിന്റെ വാല്യൂ എന്താണ്. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റില്ല. ഒരുപാട് സന്തോഷത്തോടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഒരു കുട്ടികൾക്ക് വേണ്ടി പറയാനൊരു കഥ കൂടി കൊണ്ടുവരുന്നത്, അത് മുതിർന്നവർക്കും കേട്ടാൽ മനസ്സിലാവും. അത് മറ്റൊന്നുമല്ല, ഒരിക്കൽ ഇതുപോലെ ഒരു സ്ഥാപനത്തിന്റെ ആനുവൽ ഡേ നടക്കുകയാണ്. അധ്യാപകരുണ്ടല്ലോ, കേൾക്കാം. ആ സമയത്ത് വിശിഷ്ട അതിഥിയാക്കിയത് അവിടുത്തെ ജില്ലാ കളക്ടറായിരുന്നു. അപ്പൊ അദ്ദേഹം വന്നിട്ട് വളരെ മനോഹരമായി സംസാരിച്ചു. കുട്ടികൾക്ക് വേണ്ടി, രക്ഷാകർത്താക്കൾക്ക് വേണ്ടിയിട്ട്, അധ്യാപകർക്ക് വേണ്ടി, സ്ഥാപനത്തിന് വേണ്ടിയൊക്കെ മനോഹരമായി സംസാരിച്ചിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണികളുടെ കൂട്ടത്തിൽ ഒരു മുഖം അദ്ദേഹം പെട്ടെന്ന് ശ്രദ്ധിച്ചു. വളരെ പരിചിതമായൊരു മുഖം, കണ്ടു മറന്നിട്ടും മനസ്സിൽ മായാതെ നിൽക്കുന്നൊരു മുഖം. പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹം കളക്ടർ ഓടി ആ മനുഷ്യനെ വിളിച്ചത്. കളക്ടർ കണ്ടതും ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റു. അപ്പൊ പറഞ്ഞു, ഇരിക്കണം സാർ, ഇരിക്കണം, മാഷ് ഇരിക്കണം. മാഷ് എന്നെ ഓർമ്മയുണ്ടോ? മാഷ് പണ്ട് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അധ്യാപകരുടെ ഗുണം അതാണ്. ലോകത്തിന്റെ ഏത് കോണിലും സമൂഹത്തെ നയിക്കുന്ന ഒരു പക്ഷം കുട്ടികളെ സമ്മാനിക്കുന്നവരാണ് അധ്യാപകർ. മാഷിനെ മനസ്സിലായില്ലേ കുട്ടിയെ? മാഷ സാറായിരുന്നു. മാഷിനെ ഓർക്കുന്നുണ്ടോ? മാഷ് പറഞ്ഞ, എനിക്ക് ഓർമ്മയില്ല മോനെ, കുറെ നാളായില്ലേ. പക്ഷെ ഞാൻ മാഷിനെ മറക്കില്ല. പക്ഷെ മാഷ് എന്നെ മറക്കാൻ സാധ്യത. എന്റെ മുഖം ഒന്നുകൂടി ശ്രദ്ധിച്ചേ. മാഷ് പറഞ്ഞ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഒരു വിഷയം മാഷിന് എന്നെ മനസ്സിലാവും. അപ്പോ വേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പൊ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ കൂടുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുവരെയും ആരോടും പറയാത്തൊരു കാര്യം ഈ സദസ്സിനോടായി പറയുകയാണ്, എന്റെ ഗുരുനാഥനെ സാക്ഷിയാക്കി പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഗുരുനാഥൻ മാഷിന്റെ മുഖത്തേക്ക് നോക്കൂ, എന്നെ മനസ്സിലായോ? ഇല്ല മോനെ, എനിക്ക് മനസ്സിലാവുന്നില്ല നിന്നെ. ഞാനൊരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ മാഷിനെ മനസ്സിലാവും. ഞാനന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ പ്രഥമ അധ്യാപകനായിരുന്നു മാഷ്. അന്ന് ഞങ്ങളുടെ ക്ലാസ്സില് ഗൾഫിൽ ഉള്ള ഒരു ഭാസ്കരൻ മാമന്റെ മകനുണ്ട്, ബിജു.
ബിജു ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ്സില് ഗൾഫുകാരന്റെ മകൻ. ഒരിക്കൽ അവൻ ഒരു മനോഹരമായ ഒരു വാച്ച് കെട്ടിക്കൊണ്ട് വന്നിരുന്നു. ആ വാച്ച് ക്ലാസ്സിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെട്ടു. നമ്മൾ വലിയ ഹീറോ ആയിട്ട് ആ വാച്ച് കൊണ്ട് നടന്നു. എല്ലാ ദിവസവും അവൻ ആ വാച്ച് കെട്ടിക്കൊണ്ടാണ് വരാറുള്ളത്. പക്ഷെ ഒരു ദിവസം ബിജു ഇരുന്ന് കരയുക, അവന്റെ വാച്ച് കാണാനില്ല. ഈ ക്ലാസ്സിൽ ആരോ ഒരാൾ ആ വാച്ച് കൈവശം. പരസ്പരം ചോദിച്ചു, ആരും സമ്മതിച്ചില്ല. ബിജു ഇരുന്ന് കരയാൻ തുടങ്ങി. പ്രഥമ അധ്യാപകനായ മാഷ് വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കണം, മോശമാണ്. കൗതുകം ഉണ്ടാവും, ഇഷ്ടമുണ്ടാവും, പക്ഷെ അന്യന്റെ മുതൽ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല, കൊടുക്കുമോനെ. ആരും കേട്ടില്ല. മാഷ് ടേബിളിൽ ചൂരൽ ഒന്നുകൂടി അമർത്തി അടിച്ചു. എന്നിട്ട് പറഞ്ഞു, ആരും വന്നില്ല എങ്കിൽ നിങ്ങളുടെ അരികിലേക്ക് ഞാൻ വരും, നിങ്ങളുടെ കീശയും ബാഗും ഒക്കെ ഞാൻ പരിശോധിക്കും, എന്നിട്ട് ഞാൻ ആ വാച്ച് കണ്ടെത്തും. എല്ലാവരും ടെൻഷനായി. സമയം കടന്നുപോയി. മാഷ് തീരുമാനിച്ചു, സാരമില്ല, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ, ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരികയാണെന്ന് പറഞ്ഞു. പക്ഷെ മാഷ് ആദ്യം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും ഒന്ന് കണ്ണ് ഇറുകി അടയ്ക്കാൻ പറഞ്ഞു, കണ്ണ് പൂട്ടി നിൽക്കാൻ പറഞ്ഞു. കുട്ടികളെല്ലാം കണ്ണിറുകെ അടച്ചു, എല്ലാവരും പേടിച്ച് നിൽക്കുക. അധ്യാപകൻ ഓരോരോ കുട്ടികളുടെ ബാഗും കീശയൊക്കെ പരിശോധിച്ചു. എല്ലാം പരിശോധിച്ചതിന് ശേഷം ടേബിളിന്റെ മുന്നിലേക്ക് എത്തി ഒന്നുകൂടി ചൂരിൽ ആഞ്ഞടിച്ചു. കണ്ണു തുറക്കാൻ പറഞ്ഞു. കുട്ടികളെല്ലാം കണ്ണു തുറന്നു. അത്ഭുതം എന്ന് പറയട്ടെ, അപ്പോൾ മാഷിന്റെ കയ്യില് നഷ്ടപ്പെട്ടു പോയ ബിജുവിന്റെ വാച്ചിരിപ്പുണ്ട്. കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, ആരാണ് എടുത്തത്, ആരാണ് മോഷ്ടാവ്, ആരാണ് കുസൃതി കാണിച്ചത് എന്നൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ആരാണെന്ന് അറിയില്ല. അധ്യാപകൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണ്. അധ്യാപകൻ ഇത് ഇഷ്ടമല്ലായിരുന്നു. ഈ കൂട്ടത്തിൽ ഒരാളാവും അതെടുത്തതെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ തന്റെ കുട്ടികളിൽ പരസ്പരം ഒരാളിലേക്ക് മാത്രം ആ കുറ്റം ചാരാൻ പാടില്ലെന്നും അവൻ അറിയാതെ ചെയ്തു പോയ തെറ്റാണെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ആരാണെന്ന് പറഞ്ഞതുമില്ലായിരുന്നു. ഈ കഥ പറഞ്ഞപ്പോ കളക്ടർ അധ്യാപകൻ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മാഷ് നീ എന്റെ മുഖം ഒന്ന് നോക്കൂ. മാഷ് നോക്കി. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. മാഷ് ഞാനായിരുന്നു അന്നാ വാച്ചും കട്ടെടുത്ത കുട്ടി. എല്ലാവരും അത്ഭുതപ്പെട്ടു. മാഷ് അത്ഭുതത്തോടെ ആ മോനെ നോക്കി. ആയിരുന്നു. കളക്ടർ വെച്ചപ്പോൾ മാഷിനെ കണ്ടില്ലായിരുന്നോ? ഇല്ല മോനെ. നിങ്ങളോടെല്ലാം കണ്ണുകൂട്ടാൻ പറഞ്ഞപ്പോ നിങ്ങളുടെ അരികിലേക്ക് ഞാൻ വരുമ്പോ ഞാനും എന്റെ കണ്ണ് പൂട്ടിയിട്ടാ വന്നത്. എന്റെ കുട്ടികള്, എന്റെ മക്കള് ഒരാളും കുറ്റബോധം കൊണ്ട് കുനിഞ്ഞു നിൽക്കുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. എനിക്ക് ആ മുഖം കാണണ്ടായിരുന്നു. അതായിരുന്നു അധ്യാപകൻ. അങ്ങനെയുള്ള അധ്യാപകരാണ് നമുക്ക് മാതൃകയാകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മള് വീട്ടിലൊക്കെ സാധാരണ നമ്മൾ പറയാം, ആദ്യത്തെ ഒരു 5 വയസ്സ് മുതൽ 10-15 വയസ്സ് വരെ അച്ഛനോടും അമ്മയോടും അല്ല നമ്മൾ കൂടുതൽ ഇടപഴകാറുള്ളത്, സ്കൂളിലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വിദ്യ അഭ്യസിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറയുന്നത്. എല്ലാ ധനത്തെക്കാളും പ്രധാനമാണ്. ന ചോരഹാരം, ന ഛ രാജഹാര്യം, ന ഭ്രാതൃഭാജ്യം, ന കരോതി ഭാരം, വയ്യേകൃതേ വർദ്ധതേ ഏവ നിത്യം, വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണ്. ന ചോരഹാര്യം, ഒരു കള്ളനാലും അപഹരിക്കാൻ കഴിയാത്തത്. നച്ഛ രാജഹാര്യം, ഒരു രാജാവിനും പിടിച്ചെടുക്കാനാകാത്തത്. ന ഭ്രാതൃഭാജ്യം, ഒരു സഹോദരനും വീതിച്ചു കൊടുക്കേണ്ടാത്തതായിട്ടുള്ളത്. കരോതി ഭാരം, ഭാരമില്ലാത്തത്. വയേ കൃതേ വർദ്ധതേ ഏവ നിത്യം, വിദ്യാധനം സർവധനാൽ പ്രധാനം. കൊടുക്കുന്തോറും ഏറുന്നതായിട്ടുള്ള വിദ്യയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധനമെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, പങ്കിട്ടെടുത്തുകൊണ്ടിരിക്കുന്നത് ആ വിദ്യയാണ്. അങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്താണ് നമ്മൾ കൂടിയിരിക്കുന്നത്. പിതാവ് പറഞ്ഞ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, നാനാജാതി മതത്തിൽപ്പെട്ടവരാണ് ഇവിടെ ഉള്ളവർ. നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങള് മനുഷ്യരാകാനാ പറഞ്ഞത്. 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ മുട്ടപ്പലം വിജയകുമാർ സാർ എന്ന് പറയുന്ന മലയാള അധ്യാപകൻ എന്റെ ഓട്ടോഗ്രാഫിന്റെ പിറകിൽ എഴുതിയത് ഇങ്ങനെയാണ്: മനുഷ്യനേതോ മനോജ്ഞനാമം, അവന്റെ രൂപം അതിലും മനോജ്ഞം,
അവന്റെ ചിത്തിൽ പെടും വനത്തെ തെളിക്കിലെ പേരനുയോജ്യമാകുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞത് വളരെ മനോഹരമായ ഒരു നാമമാണ്. അവന്റെ രൂപം അതിനേക്കാൾ മനോഹരമാണ്. പക്ഷെ അവന്റെ മനസ്സിൽ പെടുന്ന വനത്തെ തെളിക്കിലെ പേരനുയോജ്യമാകുന്ന. ഈ അടുത്ത കാലത്തായിട്ട് മുഹാദ് വെമ്പായം എഴുതിയ ഒരു കവിത കൂടി ചൊല്ലിക്കൊണ്ട്, ഒരു നാടൻ പാട്ട് കൂടി ചൊല്ലിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ. ആ നാട്ടിലു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുവാർന്നേ, കിളികള് പാടണ പാട്ടുണ്ടാർന്നേ. ആ നാട്ടില് തണലുണ്ടാർന്നേ, തണൽ വഴിയേ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിചിരി പറയണ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തിൻ ചൂടില്ലാർന്നേ, തീവെട്ടിക്കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. ഒരു വീട്ടിലടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു കരഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ. ആ നാട്ടില് മതിലില്ലാർന്നേ, നടവഴിയിട വഴി നൂറുണ്ടാർന്നേ, 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിനു വിലയുണ്ടാർന്നേ. അടുത്ത വരിയാണ് എനിക്കേറെ പ്രിയപ്പെട്ടത്. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറമൻപുണ്ടാർന്നേ, അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറമൻപുണ്ടാർന്നേ. എന്റെ പടച്ചോൻ നിന്റെ ഭഗവാൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. ആ നാടിനെ കണ്ടോരുണ്ടോ, എങ്ങോട്ടത് പോയറിവുണ്ടോ, ആ നാട് മരിച്ചേ പോയോ, ഇത് വെറും ഒരു കനവാണ്. ഇത് കനവല്ല, സത്യമാണെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ഇത്തരം സ്ഥാപനങ്ങൾ വരുമ്പോഴാണ്. നമ്മൾ ജാതിയെ കുറിച്ചോ മതത്തെക്കുറിച്ചോ വർണ്ണത്തെക്കുറിച്ചോ വർഗത്തെക്കുറിച്ചോ പണത്തെക്കുറിച്ചോ പദവിയെക്കുറിച്ചോ ഒന്നുമല്ല പറയുന്നത്, മനുഷ്യനെ കുറിച്ചാണ്. സഹജീവിയോട് സഹാനുഭൂതി കാട്ടാനാണ്, കരുണ കാട്ടാനാണ് സർവരും പറയുന്നത്. അതാണ് നമുക്ക് ഉയർത്തിപ്പിടിക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ഈ സ്ഥാപനത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ വരാൻ കഴിഞ്ഞതിലും കുറച്ചു നേരം നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്. ക്രിസ്മസ് ദിനത്തിൽ ഞാൻ ഇവിടെ അടുത്തൊരു വീട്ടിൽ വന്നിരുന്നു. ക്രിസ്മസ് നമുക്ക് ലോകമെമ്പാടും ലോകനായകന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ദിവസമാണ്. അന്ന് ഞാനിവിടെ എന്റെ പ്രിയ കൂട്ടുകാരൻ അഭിലാഷ് കൊട്ടാരക്കര, ഞങ്ങളുടെ അലിയൻസിലെ റൊണാൾഡായിട്ട് അഭിനയിക്കുന്ന അഭിലാഷിന്റെ മകനിവിടെ പഠിക്കുന്ന അമ്പാടി, അവൻ ഇവിടുന്ന് ചോക്ലേറ്റിലെ പൃഥ്വിരാജായിട്ടൊക്കെ അഭിനയിക്കുന്ന പറയുന്നത് കേട്ടു. അപ്പോ അവിടെ എന്റെ ക്രിസ്മസ് അവിടെ ആയിരുന്നു ആഘോഷം. സന്ധ്യ വെച്ചിറങ്ങി വിളമ്പിയ ആഹാരവും കഴിച്ചിട്ടാണ് ഞാൻ ക്രിസ്മസ് ആഘോഷിച്ചിട്ട് ഈരാറ്റുപേട്ടയ്ക്ക് പോയത്. അപ്പൊ ഈ പറഞ്ഞ പോലെയാണ് നമ്മള് ആഘോഷങ്ങളും സ്നേഹവും ഇഷ്ടവും ഒക്കെ പങ്കുവെക്കലും ഒക്കെ ചേർത്ത് പിടിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിന് പ്രിയപ്പെട്ട അനുജൻ അഭിലാഷ് കൊട്ടാരക്കരയോടും പ്രിയപ്പെട്ട ജോബിയോടും ഈ സ്ഥാപനത്തിന്റെ എല്ലാമായ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മക്കളെ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ, പിതാവ് പറഞ്ഞ പോലെ, എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ, കൂട്ടുകാരുടെ ആവശ്യം വന്നാൽ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവനോടൊപ്പം നിൽക്കുന്ന മിടുക്കന്മാരും മിടുക്കുകളായി മാത്രം നിങ്ങൾ മാറണമെന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ പഠിച്ച കളക്ടറോ ഡോക്ടറോ എഞ്ചിനീയറോ കലാകാരനോ ഒന്നും ആകണ്ട, സഹാനുഭൂതിയുള്ള സ്നേഹമുള്ള നല്ല മനസ്സിനുടമയാകെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സംസാരം കേട്ടുന്ന എല്ലാവരോടും നന്ദിയും സ്നേഹവും പങ്കുവെച്ചുകൊണ്ട് എന്റെ പ്രോഗ്രാം സമയം കിട്ടുമ്പോൾ കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ പുതിയ സിനിമയും വരാൻ പോകുന്ന ആ സിനിമയും കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങളുടെ സ്നേഹമാണ്, നിങ്ങളുടെ ചേർത്ത് വിളിക്കലാണ് ഞങ്ങളുടെയൊക്കെ എന്താണ് ജീവവായു എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് ഇഷ്ടത്തോടെ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒന്നുകൂടി ഈ പറഞ്ഞ പോലെ, സാർ നേരത്തെ പറഞ്ഞ പോലെ, മാനേജർ സാർ പറഞ്ഞ പോലെ, പിതാവ് ഫാദർ പറഞ്ഞ പോലെ, എന്റെ മകൻ മാർ ബസേലിയസിലാണ് കൊച്ചി, അവർ ട്രിവാൻഡ്രത്ത് പഠിക്കുന്നത്. എന്റെ രണ്ടാമത്തെ മകൻ പഠിക്കുന്നത് സെന്റ് തോമസ് സ്കൂളിലാണ്. വൈഫ് വർക്ക് ചെയ്യുന്നത് PSCയിലാണ്, പട്ടത്താണ്. അപ്പൊ ഞാനൊരു സന്തോഷമായ ഒരു കുടുംബം നയിച്ചു പോകുന്നു. എന്റെ ഇപ്പൊ പോകുന്ന സീരിയൽ അലിയൻസ് ആണ്. അപ്പൊ ഇതൊക്കെ ആണ് പുതിയ വിശേഷങ്ങൾ.
ഈ പറഞ്ഞ പോലെ പിന്നെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ രാജേഷ് തലച്ചിയുടെ നാടാണിത്. രാജേഷ് തലച്ചിലാണ് ഞങ്ങളുടെ അലിയൻസിന്റെ സംവിധായകൻ. രാജേഷിന്റെ വൈഫ് രൂപ ഇവിടുത്തെ ടീച്ചറായിരുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ എല്ലാം കൊണ്ടും എല്ലാ അർത്ഥത്തിലും ഈ സ്ഥാപനത്തോട് എനിക്കും ഇഷ്ടവും സ്നേഹവും കൂറുള്ളതാണ്. ഇനിയും 25 വർഷം കഴിഞ്ഞ് 50ാം വാർഷികം ആഘോഷിക്കുമ്പോഴും നമുക്കൊക്കെ ഇങ്ങനെ പറയാനും കേൾക്കാനും കാണാനും ചേർന്നിരിക്കാനും പറ്റുന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.